മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വർക്കാകാത്തത്? എങ്ങനെയാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു ഗവൺമെൻറ് ജോബ്, വീട്, കാറ്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പാർട്ട്ണർ, ഗോൾഡ്, വെൽ സെറ്റിൽ ലൈഫ് എല്ലാം സ്വന്തമാക്കിയത്? നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോകുന്നത്? എവിടെയാണ് പാളിച്ച സംഭവിക്കുന്നത്? അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അനുഭവിക്കുന്ന, അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള എല്ലാ ബെനിഫിറ്റ്സും ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് പറയുന്നത് നല്ലത് മാത്രമല്ല, ചീത്തയായ കാര്യങ്ങളും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും ലൈഫിൽ മാനിഫെസ്റ്റേഷൻ എന്ന ഒരു സംഭവം വഴി എൻ്റെ ലൈഫിൽ സംഭവിക്കുകയും അത് കൂടുതലും നല്ലതായതുകൊണ്ട് തന്നെ ലൈഫ് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ നോർമലായിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നാണ് ഞാൻ ഇത്രയും കാലം ധരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങളിൽ പല ആൾക്കാരുമായിട്ടും ഉള്ള നിങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻസ്, അത് ഇൻട്രാക്ഷൻസ്, അതേപോലെയുള്ള ഡിസ്കഷൻസ് എല്ലാം വഴി എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എവിടെയാണ് നമ്മൾക്ക് പാളിച്ച സംഭവിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ വർഷങ്ങളായി കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും. പക്ഷേ ഇത് സംഭവത്തിൽ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാലല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. നിങ്ങൾ എപ്പോഴാണോ അത് സ്വീകരിക്കാൻ റെഡിയാകുന്നത് അപ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കാര്യം വേണം 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 എന്നിരുന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് കൊണ്ടുതരില്ല. നിങ്ങളുടെ ശാരീരികമായും മാനസികമായും നിങ്ങൾ ആ ഒരു അനുഗ്രഹം നേടാൻ വേണ്ടി ഫുള്ളായിട്ടും നിങ്ങൾ റെഡിയാകുന്നത് എപ്പോഴാണോ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്കത് സംഭവിക്കൂ എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ എനിക്കൊരു കാര്യമാണ്, ഫോർ എക്സാമ്പിൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ലോട്ടറി അടിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ലോട്ടറി അടിക്കാറില്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക് ലോട്ടറി അടിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലോട്ടറി അടിക്കും, ഇപ്പം നിങ്ങളൊരു ലോട്ടറി മേടിച്ച് വെക്കുമ്പോഴത്തേക്കും നിങ്ങളത് മേടിച്ച് വെക്കാൻ ഇപ്പം ഇന്നാണ് ഇപ്പം അതിൻ്റെ റിസൾട്ട് വരികയെന്ന് വിചാരിച്ചോ, അത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹൃദയം പടപടാന്നിടിക്കും, നിങ്ങൾക്ക് ടെൻഷൻ വരും. ഇനി ആ പൈസ കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി വരും. അത് ഇത്രയും പൈസ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ആലോചിക്കും. അത് വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ, ആൾക്കാർ വന്ന് തട്ടിപ്പറിക്കുമോ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള സംശയങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ നിങ്ങളൊരു എക്സാമിന് പഠിക്കുകയാണ്, ആ ജോലി കിട്ടുമോ കിട്ടാണ്ടിരിക്കുമോ, എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് എക്സാമിന് അന്ന് എനിക്ക് വല്ല അസുഖം വരുമോ, അല്ലെങ്കിൽ ഞാൻ എഴുതിയാലും എനിക്ക് കിട്ടാതിരിക്കും, ഇൻ്റർവ്യൂവിൽ എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്ന രീതിയിൽ 100 തരത്തിലുള്ള സംശയങ്ങളായിരിക്കും നിങ്ങൾക്ക്. ഈ ജോലി കിട്ടി ഞാൻ എങ്ങനെ അവിടെ വർക്ക് ചെയ്യും, എന്നെക്കൊണ്ട് അതിനൊക്കെ സാധിക്കുമോ, എനിക്ക് അത്രമാത്രമുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതുപോലെ നിങ്ങൾ ഒരാൾ പ്രണയിക്കാനായിട്ട് പോവാണ്. പ്രണയിക്കാൻ പോകുമ്പോഴത്തേക്കും അയ്യോ മുന്നേ എന്നെ ഒരാൾ ഇതുപോലെ പറ്റിച്ചതാണ്, അപ്പോൾ എൻ്റെ ലൈഫിൽ ഇനി അങ്ങനെ ഉണ്ടാവും, ഇയാളും എന്നെ പറ്റിക്കുമോ, എൻ്റെ ലൈഫെല്ലാം ഇങ്ങനെ ആയിരിക്കുമോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ അതുപോലെ പണം ഉണ്ടാക്കാം, ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അയ്യോ ഇന്ന ആൾ ബിസിനസ്സിൽ തകർന്നു പോയി, പക്ഷേ എനിക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പേടിയാണ്, ഭയമാണ്. അതെങ്ങനെയാവും, ഒരു അൺസർട്ടനിറ്റിയാണ്, എന്താകും എന്നുള്ള ഒരു അവിശ്വാസം അവനവനോടും അതേപോലെ യൂണിവേഴ്സിനോടുമുള്ള അവിശ്വാസമാണ് അവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് പേടി, ഇത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക, ആകുലത, പേടി, ടെൻഷൻ, അതേപോലെ അൺസർട്ടനിറ്റി, ഇതെല്ലാമായിരിക്കും നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ അതിനെ എല്ലാം കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം തരാൻ യൂണിവേഴ്സിന് തയ്യാറായിരിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നീ എപ്പോഴാണോ റെഡിയാവുന്നത് അപ്പോൾ മാത്രം നിനക്ക്, നീ ശാരീരികമായും മാനസികമായും എപ്പോൾ റെഡിയാവും, നിനക്ക് ഇത് കിട്ടാനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് നീ എപ്പോൾ തീരുമാനിക്കുന്നോ അപ്പോൾ മാത്രമേ നിനക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഓൾറെഡി തന്നെ വെൽ സെറ്റിൽഡ് ലൈഫാണ്, ഓൾറെഡി തന്നെ ഒരു ഗവൺമെൻറ് ജോബിലാണ്, നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെറ്റർ മീൻസ് മറ്റൊരു സ്ഥാപനമാണ്, ബെറ്റർ ഇൻ ദ സെൻസ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അതേ പോസ്റ്റ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഗ്ലോറിഫൈഡ് ആണ്. ആക്ച്വലി ആ പോസ്റ്റ് കുറച്ചുകൂടെ ഗ്ലോറിഫൈഡ് പോസ്റ്റാണ്. അപ്പം ആ എക്സാമിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള എനിക്കിങ്ങനെ ഡൗട്ട്, കാരണം എനിക്ക് കിട്ടുന്ന സാലറിയെക്കാട്ടിലും കുറവായിരിക്കും ഇതിൽ കയറുമ്പോൾ ഉള്ള സാലറി. അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയേഴ്സിലേക്ക് ഞാൻ 2 ഇയേഴ്സ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, പക്ഷേ 2 ഇയേഴ്സ് വരെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ എൻ്റെ ഇപ്പോഴുള്ള ഒരു കംഫർട്ട് മാറും. കാരണം പോസ്റ്റിംഗ് ഒക്കെ മിക്കവാറും മുംബൈയിലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഈ സംശയങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ എനിക്കത് കിട്ടണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയാൽ കൊള്ളാം, കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ആളാകാമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി പോസ്റ്റൊക്കെ ഇടാം, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് ആൾക്കാർ കാണുമ്പോൾ ഓ കൊള്ളാം ഇവൾക്ക് അവിടെ കിട്ടിയല്ലോ എന്ന് പറയും എന്നുള്ള ഒരു സംഭവം. എന്നാൽ എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. പേടി മീൻസ് ഇതാണ്,
അതായത് 100% എൻ്റെ മനസ്സ് അതിനോട് അലൈൻഡ് ആയിട്ട് വന്നിട്ടില്ല. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ അത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക്, കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന ജോബിൽ ഞാൻ ഭയങ്കര എന്താ പറയുക, കോൺഫിഡൻ്റ് ആണ്, എനിക്കത് എങ്ങനെ ചെയ്യാം. പക്ഷേ മറ്റേ ആ ഒരു ജോബിലേക്ക് ഞാൻ പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും, കാരണം എൻ്റർലി വേറൊരു സ്ട്രീമാണ് സംഭവം, ലീഗൽ റിലേറ്റഡ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്ന ജോബായിട്ടൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും, സാലറി കുറവാണ്. അപ്പം വേണ്ടയോ, പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റീസ് വരും. പിന്നെ അതുപോലെ ഇതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിൻ്റെ കരിയർ ഗ്രോത്ത് ഒക്കെ എങ്ങനെയാണെന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ, അപ്പം ഒരു തുലാസിൽ വെച്ചതുപോലെ എൻ്റെ മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, വേണ്ടോ. എന്നാലും ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു, ഞാൻ ബുദ്ധിമുട്ടി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തു, കുറേ നാളൊക്കെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. എക്സാം എഴുതിയപ്പോൾ എനിക്ക് എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ എക്സാം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് കിട്ടും, കാരണം എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷേ എന്തായാലും, കാരണം ഞാനല്ലാതെ ആര് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പേടിയാണ് എന്നെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ബാക്കി എല്ലാ സാഹചര്യങ്ങളും കറക്റ്റാണ്. ഇപ്പോൾ ആ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എന്തായാലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, കാരണം എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ പ്രസൻറ്റ് പൊസിഷനും എല്ലാം വെച്ച് എനിക്ക് എന്തായാലും അത് കിട്ടും, ഉറപ്പാണ്. പക്ഷേ എക്സാം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് എക്സാം ഈസി ആയിരുന്നു, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ പൊതുവേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി ഞാനങ്ങനെ ക്ലിയർ ചെയ്യാതില്ല, എനിക്ക് കിട്ടാറുണ്ട്, കാരണം ഞാൻ അത്രയും സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്താണ് ഞാൻ ചെയ്യാറില്ല. ഈ എക്സാം എനിക്ക് ഈസി ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എനിക്ക് എക്സാം കിട്ടിയില്ല. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. അതെന്താ എനിക്ക് കിട്ടാഞ്ഞത്? എനിക്കത് കിട്ടാതിരിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് അത്ര എക്സാം എളുപ്പമായിരുന്നു. എന്തായാലും കട്ട് ഓഫ് മാർക്കിനേക്കാൾ കൂടുതൽ എനിക്ക് മാർക്ക്, ഇപ്പോഴും കട്ട് ഓഫ് മാർക്കൊന്നും വന്നിട്ടില്ല, കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതലായിരുന്നു എനിക്ക് എക്സാം. പക്ഷേ എന്താ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്താണ് കാരണം ഞാനീ പറഞ്ഞ പോലെ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തുലാസ് പോലെ വേണ്ട, അപ്പോഴും ഒരു ഇതില്ല. പക്ഷേ സത്യം പറയട്ടെ, ആ എക്സാം ക്ലിയർ ചെയ്യാതിരുന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വന്ന ഫീലിംഗ് ഒരു ആശ്വാസമാണ്. കാരണം എൻ്റെ ഇപ്പോൾ ഇത് കംഫർട്ടിൽ നിന്ന് പുറത്ത് കിടക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം കൊണ്ടായിരിക്കാം മേ ബി ഞാൻ അപ്പം പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ബിക്കോസ് അതെനിക്ക് യൂണിവേഴ്സ് തരാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാക്കി ഞാൻ എഫേർട്ട് ഇട്ടു, എല്ലാം ശരിയാണ്, എക്സാം റെഡിയാണ്. പക്ഷേ എനിക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിന് റെഡിയല്ല. ആ ഒരു പൊസിഷനിലെത്തി, അവിടെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആ ആളായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഈവൻ ഇഫ് ഞാൻ ആ ആളായിട്ട് ജീവിച്ചാലും ഞാൻ ഹാപ്പി ആയിരിക്കില്ല. സോ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും അതിനു വേണ്ടി റെഡിയല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ പവർ കുറയും. ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ലൈഫിൽ നേടിയെടുത്തിട്ടുണ്ട്, അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ച് ഓരോ മനുഷ്യൻ ലൈഫിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയുമായിട്ടൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ടെക്നിക്സ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ മനസ്സിങ്ങനെ താളം തുള്ളിക്കൊണ്ടിരുന്നത് കൊണ്ട് ആണ് എനിക്ക് എക്സാം കിട്ടാതിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ആക്ച്വലി ഒരു ഫെയിലിയർ സ്റ്റോറിയാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു ലെസണാണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ വഴി നിങ്ങൾക്കൊരു കാര്യം കിട്ടും എന്നില്ല എന്നല്ല, കിട്ടില്ല. നിങ്ങളതിനു വേണ്ടി മാനസികമായി നിങ്ങൾ തയ്യാറാവണം. മാനസികമായി തയ്യാറാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിന് വേണ്ടിയിട്ട് അത്രയ്ക്കധികം ആഗ്രഹിക്കണം. അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ക്രേവ് ചെയ്യണം. ഞാനതാണ് എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുള്ളിൽ വേണം. അതായത് അതായിട്ട് നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലൈഫിലേക്ക് കിട്ടുള്ളൂ. അല്ലാതെ മിക്ക ആൾക്കാരും, ഇപ്പോൾ ഞാൻ നിങ്ങൾ എത്രയോ പേരായിട്ട് സംസാരിച്ചു, മിക്ക ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഡൗട്ടാണ്. ഇതൊക്കെ നടക്കും. ഒരു ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് വിചാരിക്കും അയ്യോ ഇതൊക്കെ നടക്കുമോ, എനിക്കൊരു ഡൗട്ടുണ്ട്, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ, എനിക്കിതൊക്കെ പറ്റുമോ, എനിക്കിത് കുറേ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവർക്കൊന്നും നടക്കുന്നില്ലോ എന്നൊക്കെയുള്ള 100 കൂട്ടം ഡൗട്ട്സാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? നത്തിങ് വിൽ ഹാപ്പൻ. സോ
നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ മാറ്റിവെച്ച് എപ്പോൾ നിങ്ങൾ 100% മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിട്ട് ഇതെൻ്റെയാണ് എന്ന് നിങ്ങളത് ക്ലെയിം ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുള്ളൂ. യൂണിവേഴ്സിന് തോന്നണം യെസ് ഷീ ഡിസേർവ് ഇറ്റ് ഓർ ഹി ഡിസേർവ് ഇറ്റ് എന്ന് തോന്നണം. അവൻ അല്ലെങ്കിൽ അവൾ മാനസികമായും ശാരീരികമായും എല്ലാം കൊണ്ടും ഇത് നേടാൻ വേണ്ടി റെഡിയാണ്. അത് കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ള ധൈര്യവും അതേപോലെ എന്ത് ചെയ്യണം എന്നുള്ള വീക്ഷണവും അവൾക്ക് അല്ലെങ്കിൽ അവനുണ്ട് എന്ന് യൂണിവേഴ്സിന് തോന്നണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പ്രസൻറ്റ് റിയാലിറ്റി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ റിയാലിറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യണം. അല്ലാതെ അവിടെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ താളം തെറ്റും. നിങ്ങൾക്ക് ആ ഒരു ഫ്യൂച്ചർ സെൽഫായിട്ട് അലൈൻ ആവാനായിട്ട് സാധിക്കില്ല. ആ അലൈൻമെൻറ്റ് എപ്പോൾ സംഭവിക്കാതിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല. മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്, പാസ്റ്റ് എക്സ്പീരിയൻസസ് പലതും ഉണ്ടാവും. മുന്നേ കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ആൾക്കാർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ആൾക്കാർ പറ്റിച്ച് പോയിട്ടുണ്ടാവും, ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിരിക്കും. സോ വാട്ട്, അവരല്ല ഇപ്പോൾ. ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ എനിക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ റിലേഷൻഷിപ്പിൽ ബിലീവ് ചെയ്യാതിരുന്നിട്ടില്ല, സ്നേഹത്തിൽ ബിലീവ് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ അതിൽ സ്റ്റിൽ എനിക്ക് അതിൽ ഫെയ്ത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിനെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. വളരെ ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രത്തോളം ലൈഫിൽ ഹാപ്പിയാണ്, ഹാപ്പി കണ്ടൻറ്റ് എല്ലാം ആണ്. എൻ്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉള്ള പോലെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് എനിക്ക് കിട്ടാൻ കാരണം എന്താണ്, ഞാൻ അത്രത്തോളം എൻ്റെ മനസ്സുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഐ ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ, ഐ ഡിസേർവ് എ ബെറ്റർ ലൈഫ്, ഐ ഡിസേർവ് ദിസ് ലവ്, ഐ ഡിസേർവ് ദിസ് കെയർ, അല്ലെ ഇങ്ങനൊരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് അതെനിക്ക് ഡിസേർവിങ് ആണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു പാർട്ട്ണർ. പകരം എനിക്ക് മുന്നേ ഉണ്ടായ ഹാർട്ട് ബ്രേക്ക് കാരണം ഞാൻ ചിന്തിക്കണം, ഇതൊന്നും ശരിയാവത്തൊന്നുമില്ല, റിലേഷൻഷിപ്പ് ഒന്നും ശരിയാവത്തില്ല, ഇതൊന്നും ഇവരെ എല്ലാ ആണുങ്ങളും കണക്കാം എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചാൽ ഇനി എനിക്ക് വരുന്നതും ഇതേപോലെ തന്നെ എനിക്ക് ഹാർട്ട് ബ്രേക്ക് തരുന്ന ആൾക്കാരായിരിക്കും വരിക. അതുപോലെ ഞാൻ ഇതേപോലെ ഒരു വിശ്വാസത്തിൽ അതൊരു ബിസിനസ് ചെന്ന് ചാടിയാലും ഇത് തന്നെ സംഭവിക്കും. സോ ഫസ്റ്റ് തിങ് എന്താ, ഫെയ്ത്ത്, വിശ്വാസം. ആരിലുള്ള വിശ്വാസം? അവനവനെ വിശ്വസിക്കുക, അവനവൻ്റെ കഴിവുകളെ വിശ്വസിക്കുക. അവനവന് കഴിവില്ലാന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സാണ് നിങ്ങൾ ഓരോ ആൾക്കാരും. ആ പവറിനെ നിങ്ങൾ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ അടുത്ത് നിങ്ങൾ വിശ്വസിക്കുക, ഈ നടക്കുന്ന ഈ ഫുൾ കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക. മാനിഫെസ്റ്റേഷൻ ഈസ് എ റിയാലിറ്റി. നിങ്ങളത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സംഭവിക്കേണ്ടത് ഇപ്പോൾ ഓരോ സെക്കൻഡുകളിലും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ലതും ചീത്തയുമായിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു, നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ടില്ലെങ്കിലും സംഭവിക്കും. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ ഒപ്പം നിങ്ങളുടെ മനസ്സ് ശരീരവും ഒപ്പം ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് സഞ്ചരിക്കണം. ആ ഫ്യൂച്ചർ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലൈഫിൽ നടക്കുള്ളൂ. അപ്പോൾ ഇത് പറയാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.